ഹലോ എവരി വൺ, ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് എന്താണ് ടൈം സ്റ്റാമ്പ്, എങ്ങനെയാണ് ടൈം സ്റ്റാമ്പ് ഉപയോഗിക്കുക എന്നതിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരു വീഡിയോ പ്ലേ ചെയ്യുന്ന ഭാഗമാണ് കാണാൻ സാധിക്കുക. ഇവിടെ എങ്ങനെയാണ് ടൈം സ്റ്റാമ്പ് ഒരു വ്യൂവറിനെ എളുപ്പത്തിൽ അവർക്ക് വേണ്ട കണ്ടന്റ് കാണാൻ സഹായിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മുടെ മൗസ് മൂവ് ചെയ്യുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായി വേർതിരിച്ച് കിടക്കുന്നത് കാണാൻ സാധിക്കും. ഇത് നമ്മൾ ടൈം സ്റ്റാമ്പ് ഒരു വീഡിയോയിൽ ആഡ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ വേർതിരിച്ച് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ ഡ്യൂറേഷൻ്റെ അടുത്തായിട്ട് നമുക്ക് ഓരോ ഭാഗങ്ങൾ ചാപ്റ്റർ ഫോർമാറ്റിലാക്കി വെച്ചിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട കണ്ടൻറ്റ് മാത്രം എടുത്ത് കാണാൻ സാധിക്കും. ഇനി എങ്ങനെയാണ് ഒരു ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്യുക എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് യൂട്യൂബിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന ഭാഗമാണ്. അപ്പോഴാണ് നമ്മൾ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് ടൈറ്റിൽ കാണാം, ഡിസ്ക്രിപ്ഷൻ കാണാം. ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ടാണ് നമ്മൾ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്യുക. ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് 00:00 സ്പേസ് ഇട്ടിട്ട് വേണം നമ്മൾ ആഡ് ചെയ്യാൻ. ഇങ്ങനെ ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ഇൻട്രൊഡക്ഷൻ അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ ചാപ്റ്റേഴ്സ് രൂപത്തിൽ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇവിടെ ഞാൻ ടൈം സ്റ്റാമ്പ്സിൽ ഇപ്പോൾ ഈ വീഡിയോയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗങ്ങൾ ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ മിനിമം 3 എണ്ണമെങ്കിലും ആഡ് ചെയ്യണം. 3 എണ്ണം ആഡ് ചെയ്താൽ മാത്രമേ നമുക്ക് ടൈം സ്റ്റാമ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുള്ളൂ. ഇങ്ങനെ നമ്മൾ ടൈം സ്റ്റാമ്പ് ആഡ് ചെയ്തതിന് ശേഷം ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുക. അങ്ങനെ അപ്ലോഡ് ചെയ്തൊരു വീഡിയോയിൽ നമുക്ക് ടൈം സ്റ്റാമ്പ്സ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് കാണാൻ സാധിക്കും. ഓരോന്നായിട്ട് എടുത്ത് കാണിക്കുന്നത് നമുക്ക് അവിടെ കാണാം. അതുപോലെ തന്നെ ചാപ്റ്റർ ഫോർമാറ്റിൽ നമുക്ക് സൈഡിൽ കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വേണ്ട കണ്ടൻറ്റ് മാത്രം എടുത്ത് കാണാൻ സാധിക്കും. താഴോട്ട് സ്ക്രോൾ ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ക്രിപ്ഷൻ്റെ താഴെയായിട്ട് നമുക്ക് ബ്ലൂ കളറിൽ നമ്മൾ നേരത്തെ ആഡ് ചെയ്ത ടൈം സ്റ്റാമ്പ്സ് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കണ്ടൻറ്റ് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ നമ്മൾ കറക്റ്റായിട്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് ബ്ലൂ കളറിൽ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ടൈം സ്റ്റാമ്പ്സിനെ കുറിച്ച് പങ്കുവയ്ക്കാനുള്ളത്. എല്ലാവർക്കും ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് കരുതുന്നു. നിങ്ങൾക്ക് അറിയാനും മനസ്സിലാക്കാനും താല്പര്യമുള്ള കാര്യങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ അതിനെക്കുറിച്ചും വീഡിയോ ചെയ്യുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.